നമസ്കാരം. എൻ്റെ പേര് കൊച്ചനിയൻ എന്നാണ്. ഞാൻ ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. വിവരാവകാശ പ്രവർത്തകനാണ്. ഞാനിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന വിഷയം വെട്ടിക്കവല പഞ്ചായത്തിൽ വെട്ടിക്കവലയിൽ നിന്നും ആരംഭിച്ച് പച്ചൂർ വഴി തലച്ചിറയിൽ അവസാനിക്കുന്ന ഒരു റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2 വർഷമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്, എന്നാൽ നാളിതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രദേശവാസികൾ കാലങ്ങളായി ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജനകീയാസൂത്രണ സമയത്താണ് ഈ റോഡിൻ്റെ ലക്ഷം വീടിൻ്റെ അവിടെ നിന്ന് പച്ചൂരേക്കുള്ള പുതിയ റോഡ് വെട്ടി തലച്ചിറയിൽ എത്തിക്കുന്ന നിലയിലേക്ക് ഈ റോഡ് സജ്ജമാകും. എന്നാൽ അന്ന് മുതൽ ബഹുമാന്യനായ MLA നിരന്തരം പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിലൊരു റോഡിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കാൻ MLA തയ്യാറായില്ല. ഏതായാലും കൊള്ളാം, സ്ഥലം MPയുടെ പരിശ്രമ ഫലമായാണെന്ന് പറയുന്നു. PMGSYയിൽ ഉൾപ്പെടുത്തി ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പോൾ 2 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവഴി വന്നപ്പോൾ കുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു കാഴ്ച കണ്ടു. അതായത് ഒരു ദിവസം രാവിലെ ഞാൻ പോകുമ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് അല്പം വൈകി വന്നപ്പോൾ റോഡിൽ മണ്ണിറക്കിയിട്ടിരിക്കുന്നു. യാതൊരു മുന്നറിയിപ്പ് ബോർഡുമില്ല. പിറ്റേന്നും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മണ്ണുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഇത് കളിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഈ റോഡ് ഹിമാലയൻ റാലിക്ക് വേണ്ടി ഉപയോഗിക്കാനായി MLAയുടെ സ്പെഷ്യൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുട്ടികൾ വളരെ സന്തോഷമായി ഇതിൽ സൈക്കിൾ ചവിട്ടി പോകുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ കൗതുകപരമായ ഒരു കാഴ്ചയാണ്. കാരണം വെട്ടിക്കവല പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും, മലമ്പ്രദേശങ്ങൾ കണ്ടേക്കാം, ഇത്തരത്തിലൊരു പദ്ധതി. ഹിമാലയൻ റാലിക്ക് വേണ്ടി റോഡ് ഒരുക്കിയിടുന്ന ഒരു പദ്ധതി MLAയുടെ വളരെ വിഖ്യാതമായൊരു പദ്ധതിയാണ്. നമുക്കറിയാം, സോക്കോൾഡ് വികസന നായകനാണ് നമ്മുടെ MLA, ബഹുമാന്യനായ പത്തനാപുരം MLA. അദ്ദേഹത്തിൻ്റെ മനോമുകുരത്തിൽ തെളിഞ്ഞ ഐഡിയയാണ്. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വലിയൊരു അവസരം ഈ റോഡിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റോഡിൽ എല്ലാം മെറ്റിലിളവി കിടക്കുന്ന കാണാം. നിങ്ങൾക്ക് നല്ല റൈഡിങ് അനുഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റോഡ് യാത്ര ചെയ്യാം. ഞാനിതിൽ പലവട്ടം യാത്ര ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ ആ റോഡിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗംഭീരമായി വെട്ടിക്കവല പഞ്ചായത്തിൽ, ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ പച്ചൂർ നിവാസികൾക്കും എല്ലാം വെട്ടിക്കവലയിൽ നിന്നും തലച്ചിറ വരെ ഈ റോഡ് ആസ്വദിക്കാം. മാത്രവുമല്ല, ഇവിടെ ദളിത് പിന്നോക്ക, അതുപോലെ മുന്നോക്കത്തിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മാത്രവുമല്ല, ലക്ഷം വീട് കോളനികൾ 2 ഈ റോഡിന് സമീപത്തായിട്ടുണ്ട്. വളരെ പാവപ്പെട്ട മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ഏരിയയാണ്. ഈ പ്രദേശത്തെ ഹിമാലയൻ റാലിക്ക് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും വളരെ നന്നായി എന്നാണ് സ്ഥലം MLAയും അതുപോലെ തന്നെ MPയും ഇതിന് മുൻകൈ എടുത്തു. എന്തായാലും കഴിഞ്ഞ 2 വർഷമായി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കുട്ടികൾ ഏറെ ആസ്വദിച്ച് ഈ ഹിമാലയൻ റാലി, നമ്മുടെ ഈ നാട്ടിടങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതി വരുന്നതിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു.